ഏതായാലും വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റ് ജനപ്രിയമായിട്ടുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ കണ്ട പോലെയൊന്നും അല്ല ഇനി UDF സർക്കാർ ഉണ്ടാവുക, മുഖ്യമന്ത്രി ഉണ്ടാവുക, മന്ത്രിസഭയുണ്ടാവുക, ഭരണമുണ്ടാവുക, ഭരണരീതികളും ശൈലികളും ഉണ്ടാവുക എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നു കഴിഞ്ഞു. പത്രക്കാരോട് ഇന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച ശേഷം ഇനി ഞാനിവിടെ ഉണ്ടാവും, ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയുന്നതിന് മുന്നേ നിങ്ങളോട് ഞാൻ കാര്യങ്ങൾ പറയും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണും എന്നൊക്കെയുള്ള മുഖ്യമന്ത്രിയുടെ ഒരു സംസാര രീതി ഉണ്ടല്ലോ. കൃത്യമായി നേരത്തെയൊക്കെ പിണറായി വിജയൻ ഒരു കടലാസിൽ എഴുതി കൊണ്ടുവരും, അത് വായിക്കും, അത് വായിച്ചത് അങ്ങനെ അങ്ങ് അവതരിപ്പിച്ചൊരു മണിക്കൂർ കൊണ്ടുവരും, മണിക്കൂർ കഴിഞ്ഞാൽ മതി 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 എന്ന് പറയും. ചോദ്യം ചോദിക്കാൻ പോലും പ്രത്യേകിച്ച് ആളുകളൊക്കെ ഏർപ്പാട് ചെയ്യുന്നൊരു ഏർപ്പാടായിരുന്നുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് ചോദ്യമുണ്ട്, ഉത്തരവുണ്ട്, സംശയമുണ്ട്, നിവാരണമുണ്ട്. ഒരു ക്ലാസ്സാണോ എന്ന് ചോദിച്ചാൽ ആ ക്ലാസ്സാണ്, തീരുമാനങ്ങളാണോ എന്ന് വെച്ചാൽ തീരുമാനമുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ UDFൻ്റെ 2 പ്രഖ്യാപനത്തെ അഭിനന്ദിക്കാതെ തരമില്ല. ഒന്ന് 5 പദ്ധതികളിൽ പറഞ്ഞിട്ടുള്ള ഒന്ന് KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര അടുത്ത മാസം 15-ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞു, അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിലാളികളുടെ അവർക്ക് 3000 രൂപ കൂടി കൂട്ടി നൽകുവാനുള്ള തീരുമാനം എടുക്കുന്നു. അപ്പോൾ ആ വനിതകൾ ഒരുപാട് കാലമായിട്ട് സമരത്തിലിരിക്കുകയാണ്, ആശാവർക്കർമാർ. അപ്പോൾ അവർക്ക് വേതനം കൂട്ടി നൽകാനുള്ള തീരുമാനം എടുക്കുന്നു. അതിനപ്പുറത്തേക്ക് ഏറ്റവും വിപ്ലവകരമെന്ന് വേണമെങ്കിൽ പറയാം, എന്നാൽ അതിനെ രാഷ്ട്രീയമായിട്ട് കാണുകയും ചെയ്യാം. ആ രാഷ്ട്രീയം കാണുന്നത് ഇടതുപക്ഷമായിരിക്കും. മുഖ്യമന്ത്രിയുടെ യാത്രയിൽ, നവകേരള യാത്രയിൽ ഗൺമാന്മാരുടെ അടിയേറ്റ കുറച്ച് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും, മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, അത് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച, വിറങ്ങലിച്ച ഒരു സംഭവമായിരുന്നു ആ അക്രമം എന്ന് പറയുന്നത്. ആ അക്രമത്തിൽ പ്രതികളായ ആളുകൾക്കെതിരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തി അതുവഴി നമ്മൾ ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കും, അത് കോടതിയുടെ പരിഗണനയിലുണ്ട്, നീതി അവർക്ക് വാങ്ങിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് കളികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ്റെ മന്ത്രിസഭയും അതോടൊപ്പം തന്നെ തീരുമാനങ്ങളുമൊക്കെ അടിപൊളിയായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്കേതായാലും തർക്കമില്ല. കാരണം തുടക്കത്തിൻ്റെ ആവേശം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ വീക്ഷിക്കുന്ന പല ആളുകൾക്കും അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കി വെച്ച 1-2 അദ്ദേഹവുമായിട്ട് ഇടപഴകാൻ കിട്ടിയ അവസരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായിരുന്നാലും കാത്തിരുന്ന് കാണാം. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒറ്റ ഒരു ആശങ്ക മാത്രമാണുള്ളത്, ഈ ഒരു തുടക്കത്തിൻ്റെ ആവേശം പോലെ ആയി പോവരുത്. അതിന് കൂട്ടായി പരിശ്രമിക്കുകയാണെങ്കിൽ നവകേരളം എന്നല്ല, പുതുയുഗം എന്നല്ല, അതിനപ്പുറത്തേക്കുള്ളൊരു സ്വർഗരാജ്യം കേരളത്തിൽ പണിയാൻ ഈ ടീമിനെ കൊണ്ട് സാധിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷയുള്ളത്. ഏതായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം.